ഹായ്, പ്രശാന്ത് പ്രഭുതൻ PCH. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സഹോദരിമാരെ, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, കേരളത്തിലെ ഒരുപാട് പുരുഷന്മാർ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളുമായിട്ടാണ് നടക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യയുടെ ഒരു കണക്ക്. ഒരു വർഷം 2 ലക്ഷം പേര് ആത്മഹത്യ ചെയ്യുമ്പോൾ അതിൽ കൂടുതലും കേരളത്തിലെ പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്യുന്നത്. 79% പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുമ്പോൾ 21% സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നു. അത് കണക്ക് തന്നെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കും പ്രകാരം നോക്കുകയാണെങ്കിൽ 3-ന് 1 എന്നതാണ് കണക്ക്. 3 പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുമ്പോൾ 1 സ്ത്രീ എന്നതാണ് കണക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും പുരുഷന്മാർ ഒരുപാട് മാനസിക സമ്മർദ്ദമായിട്ടാണ് നടക്കുന്നത്. അത് ചിലപ്പം ഫാമിലി പ്രശ്നങ്ങളാകാം, ഓഫീസിലെ പ്രശ്നങ്ങളാകാം, അതുകൂടാതെ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളാകാം, ആരോഗ്യ പ്രശ്നങ്ങളാകാം. പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ, എന്തായാലും ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അത് കൂടാതെ തന്നെ ആങ്സൈറ്റി ആയാലും ഡിപ്രഷൻ ആയാലും ഏറ്റവും കൂടുതൽ കേരളത്തിലെ പുരുഷന്മാർക്കാണ്. കാര്യം അവർക്കൊരു പ്രശ്നം വന്നാൽ തുറന്ന് സംസാരിക്കാനോ എവിടെ ചെല്ലണമെന്നോ എന്താണെന്നോ ഒന്നും അറിയാത്തൊരു സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇവിടെയാണ് എൻ്റെ ചോദ്യം. പുരുഷന്മാർക്കൊരു പ്രശ്നം വന്നാൽ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരു പുരുഷ കമ്മീഷൻ വരുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കൃത്യമായിട്ടൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായത്തിനായിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. ഉന്മാദം ഉച്ചിയിൽ പൂക്കട്ടെ.